ഞാൻ ഷാജി ചുണ്ടേൽ, മുൻ അൽമായ ട്രസ്റ്റി. പരിശുദ്ധ സഭയുടെ കേസ് നടത്തിപ്പിൽ ഞങ്ങൾ 5 വർഷം എടുത്ത ധീരമായ നിലപാടുകളും അതുപോലെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും നല്ല വക്കീലുമാരെ വെച്ച് ഇടപെടുവിച്ചതിൻ്റെ ഭാഗമായിട്ട് കുറിഞ്ഞിപ്പള്ളി ഉൾപ്പെടെ ഉള്ള കേസിൽ നമുക്ക് അനുകൂലമായി വിധി വരികയും അതുപോലെ സഭാ കേസിനകത്തൊരു വഴിത്തിരിവുണ്ടാക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞിരുന്നു. ഗവൺമെൻറ്റിനെ കൊണ്ട് സെമിത്തേരി ബില്ലുണ്ടാക്കിക്കാനും അതുപോലെ ഒരു സഭയിലെ ശാശ്വതമായി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഒരു ചർച്ച് ബില്ല് തയ്യാറാക്കി ഗവൺമെൻറ്റിൽ ഒരു റഫറൻഡം തയ്യാറാക്കിച്ച് ആ റഫറൻഡത്തിൽ 12 ലക്ഷത്തോളം ആളുകൾ അനുകൂലമായി വോട്ട് ചെയ്ത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഗവൺമെൻറ്റിലെത്തി ഇടപെടത്തക്ക രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിരുന്നു. പക്ഷേ നമ്മുടെ സഭയിലെ ചില ആളുകൾക്ക് അധികാരമോഹം കൊണ്ട് ആ അധികാരമോഹം മൂത്ത് സഭയുടെ കേസ് നടത്തിപ്പിനകത്ത് സഭയിൽ പുതിയ ഭാരവാഹികൾ വന്നു. പുതിയ ഭാരവാഹികൾ വന്നത് ഒത്തിരി സന്തോഷം എനിക്കും ഉണ്ടായി. അപ്പോൾ ആ ഭാരവാഹി ആയിട്ട് വന്ന നേതാക്കന്മാർ സഭയുടെ അതിനുശേഷമുള്ള കേസ് നടത്തിപ്പിൽ കഴിവില്ലാത്ത വക്കീലന്മാരെ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും നിയമിച്ച് കേസ് നടത്തിപ്പ് കംപ്ലീറ്റും അട്ടിമറിച്ച് കളഞ്ഞു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. സുപ്രീം കോടതിയിലെ വക്കീല് ഒരു കോടതിയിൽ എഴുന്നേറ്റ് നിൽക്കാൻ പോലും ശേഷിയില്ലാത്ത വക്കീലന്മാരാണ് 2 പേരെ വെച്ചിട്ടുള്ളത്. യാതൊരു അറിവും സഭാ കേസുമായി ഇല്ലാത്ത 2 വക്കീലന്മാരെയാണ് സുപ്രീം കോടതിയിൽ അഡ്വക്കേറ്റ് ആൻഡ് റെക്കോർഡായിട്ട് വെച്ചിട്ടുള്ളത്. ആ വക്കീലന്മാരെ അന്നേ പലരും പറഞ്ഞു വളരെ മോശപ്പെട്ട വക്കീലാണ്, അവരെ ഉൾപ്പെടുത്തരുത്, അവരെ കയറ്റരുത് എന്ന് പറഞ്ഞിട്ടും പക്ഷേ ഇപ്പോഴത്തെ ഭാരവാഹിയുടെ സഭയുടെ ട്രസ്റ്റിയുടെ വളരെയധികം സ്നേഹത്തോടെ ട്രസ്റ്റിക്ക് വളരെയധികം ഇഷ്ടത്തോടനായ അവരെ വെച്ചു. സഭയുടെ കേസ് അട്ടിമറിക്കപ്പെട്ടു. ഇവർ 2 പേരും സുപ്രീം കോടതിയിൽ കേസ് നടത്തിയപ്പോഴാണ് നമ്മുടെ സഭയുടെ കേസുകളെല്ലാം പരാജയപ്പെട്ടത്. അപ്പോൾ ആ 2 പേരെ വീണ്ടും നിയമിച്ച് കേസ് നടത്തിപ്പിൽ ഇപ്പോൾ വാദം കേട്ടപ്പോൾ നിങ്ങൾ 20 മിനിറ്റോളം സഭയുടെ കേസുകൾ വാദം കേട്ടു. പരസ്പര ബന്ധം പോലും ഇല്ലാത്ത രീതിയിൽ, ഒരു അറിവുമില്ലാത്ത രീതിയിൽ, കേസ് നടത്തിപ്പിനെ പറ്റി യാതൊരു അറിവും ഇല്ലാത്ത രീതിയിൽ കേസുകൾ അവിടെ വാദിച്ച് സഭ പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ ഈ സഭയെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഈ ചാരൻ ഇത് കയറി വന്നിരിക്കുന്നതെന്ന് ഓർക്കാതിരിക്കാൻ കഴിയില്ല. ഇവർക്കൊക്കെ വേണ്ടത് വേറെ ഒന്നുമല്ല, സഭയല്ല. ഇന്നിപ്പോൾ സഭയുടെ കേസുകൾ ഒന്നിലും സഭയുടെ ഭാരവാഹികൾ ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യുന്നില്ല. അത് യാഥാർത്ഥ്യമാണ്. ഇതൊക്കെ പുറത്തേക്ക് വിളിച്ചു പറയാതിരിക്കാൻ കഴിയില്ല. ഏതായാലും ഇവർ കേസിൽ നടത്തിപ്പിൽ മുൻകൈ എടുക്കുന്നില്ല എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ആ കേസിനകത്ത് ഇടപെടുകയും ആ കേസ് നടത്തിപ്പിൽ സുപ്രീം കോടതിയിൽ കേസ് നടത്തുവാൻ നല്ലൊരു വക്കീലിനെ കണ്ടെത്തി ഇവരുടെ മുന്നിൽ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തതാണ്. അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അഭിനന്ദ പിതാവായ യോഹാനൻ മോർ മിലിത്യോസ് തിരുമേനിയോട്, തുമ്പമണ്ണിലെ തിരുമേനിയോട് ചോദിച്ചാൽ അറിയാം. തിരുമേനിയും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. തിരുമേനിയും അതിനുവേണ്ടി ധാരാളം എഫേർട്ട് എടുത്ത ഒരാളാണ്. തിരുമേനി എഫേർട്ട് എടുത്തപ്പോൾ തിരുമേനിയെ കളിയാക്കി വിടുകയാണ് ചെയ്തത് ഇന്നത്തെ ട്രസ്റ്റി. സഭയെ ഇല്ലാതാക്കുക എന്നുള്ള അജണ്ടയായിരിക്കാം, പക്ഷേ സഭയെ ഇല്ലാതാക്കാനുള്ള അജണ്ട ഏതാണ്ട് പൂർണ്ണമാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. എന്തിനു വേണ്ടിയാണ് ഇതെന്ന് ചോദിച്ചാൽ, സഭ ഇല്ലാതായാൽ 5 കോളേജുകൾ സ്വന്തമാകും. 5 കോളേജുകൾ സ്വന്തമായാൽ ഒരു വർഷം 10-15 കോടി രൂപ കയ്യിൽ വരും. അപ്പോൾ സഭ എങ്ങനെ വേണമെങ്കിലും പൊക്കോട്ടെ, എനിക്ക് പണം വേണം, ദീപസ്തംഭം മഹാശ്ചര്യം, എനിക്കും കിട്ടണം പണം. അപ്പോൾ അതായിരിക്കാം അതിൻ്റെ ഉദ്ദേശം. ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. സഭയെ ഞാൻ ഭാരവാഹിയായിട്ട് ഇറങ്ങിയിട്ടും ഈ സഭ നന്നാക്കണമെന്നുള്ള, ഈ സഭയ്ക്ക് അനുകൂലമായി നിൽക്കാൻ വേണ്ടി ആ വക്കീലിനെ വെച്ചിട്ട് സഭയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറായ ശ്രീ എൽദോസ് ഓടക്ക മേനോത്തുമാനിയും അഡ്വക്കേറ്റ് വർഗീസുമായിട്ടും, വർക്കിംഗ് കമ്മിറ്റിയുള്ള അഡ്വക്കേറ്റ് വർഗീസുമായിട്ടും ഞാനൊരു ചർച്ച നടത്തി. അതിൽ കേസ് നടത്തിപ്പിന് വേണ്ട ചുമതലകൾ, കാര്യങ്ങൾ എന്താണെന്നെല്ലാം അവരെയും ബോധ്യപ്പെടുത്തിയതാണ്. പക്ഷേ ഇവരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സഭയുടെ ട്രസ്റ്റി ഏകപക്ഷീയമായി മുന്നോട്ട് പോയി സഭയുടെ കേസുകളെല്ലാം പരാജയപ്പെടുത്തി. ഇനി 1 ഇഞ്ച് മുന്നോട്ട് പോകേണ്ടതില്ല. ഇത് ഉണ്ടാക്കിയത് ഏക വ്യക്തിയുടെ മാത്രം ദുരുദ്ദേശമാണ്. സഭയുടെ ട്രസ്റ്റിയുടെ മാത്രം, ഇപ്പോഴത്തെ ട്രസ്റ്റിയുടെ മാത്രം ദുരുദ്ദേശമാണ്. സഭ ഇല്ലാതാകാൻ വേണ്ടി അദ്ദേഹം എടുത്ത തീരുമാനം സക്സസ് ആയി.
പരിശുദ്ധ സഭയിലെ മുഴുവൻ വിശ്വാസികൾക്കും ഇന്ന് ഒരു കരിദിനമാണ് എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. പിതാക്കന്മാർക്കും ഒക്കെ ഇത് എന്നും ഓർക്കുവാൻ കഴിയുന്ന ഒരു ദിവസമാക്കി മാറ്റി. ഏതായാലും കയറി 1 വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ സഭ ഇല്ലാതാക്കി തന്നു. എല്ലാവർക്കും സന്തോഷമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് മാനസികമായി വളരെയധികം ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് മാത്രം ഞാനിത് ഈ വോയിസ് ഇവിടെ ഇടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം സഭയിൽ നിന്നും ഇറങ്ങിയിട്ടും ഈ സഭയുടെ നീതിക്ക് വേണ്ടി നന്നായിട്ട് ഞാൻ ബാക്ക് ഡോറിൽ നിന്നും നന്നായിട്ട് നല്ല വക്കീലിനെ വെച്ച് വാദിക്കുവാൻ വേണ്ടി ഈ ട്രസ്റ്റിയായിട്ടും അവിയൻ്റെ പിതാവായ ഗ്രിഗോറിയസ് തിരുമേനിയായിട്ടും സഭയിലെ ചില വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാരായിട്ടും എല്ലാം ഈ വിഷയത്തിൽ ബാക്ക് ഡോറിൽ നിന്ന് അതിനുവേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഞാൻ ചെയ്തു കൊടുത്തിട്ടും അതൊക്കെ തള്ളിക്കളഞ്ഞിട്ട് വിവരമില്ലാത്ത യാതൊരു ബോധവുമില്ലാത്ത വക്കീലന്മാരെ സുപ്രീം കോടതിയിൽ നിയമിച്ച് ഈ സഭയെ ഇല്ലാതാക്കിയ ഈ ട്രസ്റ്റിക്ക് ഒരു ബിഗ് സല്യൂട്ട്. താങ്ക് യു.